എന്താ? അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം. അല്ല, നിങ്ങൾക്ക് ഈ രാവിലെ തന്നെ എന്തിന്റെ കേടാ? എന്താണെന്ന് നിനക്ക് അറിയില്ലല്ലേ? എന്റെ മോനെ കണ്ണും കൈയും കാണിച്ച് നീ വളക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇന്നിപ്പൊ ഇവിടെ അവസാനിപ്പിച്ചോളാം. അയ്യടാ, കണ്ണും കൈയും കാണിക്കാൻ പറ്റിയൊരു മുതല്. ഇതിന് മാത്രം എന്ത് യോഗ്യതയാ നിങ്ങളുടെ മോനുള്ളത്? പോത്ത് പോലെ വളർന്നിട്ടും ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടെടുക്കല്ലേ അവൻ? എന്റെ മോനെ കുറിച്ച് അനാവശ്യം പറയുന്ന. നിങ്ങളെ സമയം കിട്ടുമ്പോഴൊക്കെ അവന്റെ ഇൻസ്റ്റ കയറി ഒന്ന് നോക്ക്. അപ്പൊ കാണാം മോന്റെ തനി സ്വഭാവം. ത്രിവേണി, നിന്നെ ഞാൻ. നിങ്ങളൊന്ന് പോ പെണ്ണുപിള്ളേ. എന്താണ് നീ പറഞ്ഞു? പിന്നല്ലാണ്ട് വെറുതെ പോയ എന്നെ പിടിച്ച് ഓരോ അനാവശ്യം പറയുന്നു. പിന്നെ ഇത്രയും നാൾ ഞാൻ ഇതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടുണ്ടായില്ല. പക്ഷെ ഇനി ഞാൻ ആലോചിക്കും. ഇനി ഇങ്ങനൊരു പണി നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തന്നേക്കാം. ഈ ഐഡിയ പറഞ്ഞതേനെ താങ്ക്സ്. ഞാൻ ഒരു എന്റർടൈൻമെന്റും ഇല്ലാണ്ട് വെറുതെ നടക്കായിരുന്നു. ഇനി ഞാൻ നിങ്ങളുടെ മോനെ വട്ടം ചുറ്റിച്ചോളാം, കേട്ടാ? അർജുന്റെ മനസ്സിലൊന്നുമില്ല, ഇവിടെ മനസ്സിലൊന്നുമില്ല. ഇതിപ്പൊ ഞാനായിട്ട് വെറുതെ പറഞ്ഞു. ആ അഞ്ജു, അവൾ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാം കാരണം. നിന്റെ നാവിന് എല്ലില്ലെന്ന് കരുതി എന്ത് തോന്നിയവാസം വിളിച്ചു പറഞ്ഞ കരുതണ്ട. നിന്റെ അണപ്പല്ലടിച്ച് താഴെയിടും. പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായി. അല്ല, ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്നോട് പറയുന്നേ? നീ എന്തോ അടി പറഞ്ഞത്? അർജുന് ചുറ്റിക്കളി ഉണ്ടെന്നാ? ഇനി മേല ഇമാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് സത്യമായമാ. എന്ത് സത്യം? എന്റെ മോൻ അർജുൻ അങ്ങനൊന്നും ചെയ്യില്ല. ഞാൻ അവൻ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. അവനെ വേറെ നല്ല പെൺകുട്ടിയെ കിട്ടും. അവൻ അവളുടെ പുറകെ കിടക്കേണ്ട കാര്യമൊന്നും. ഇനി അവള് നടന്നാലും അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എന്റെ മോൻ അർജുൻ അറിയാം. അതിന് നീ കയറി ഇടപെടണ്ട. പ്രകാശ, നീ നിന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി. ഇല്ലെങ്കിൽ ഇവൾ ഇനി എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. എടി, നീ രാവിലെ എന്താ ഒപ്പിച്ചു വെച്ചേ? എന്റെ പ്രകാശേട്ടാ, നമ്മുടെ അർജുനില്ലേ, അവൻ ആ ത്രിവേണിയുടെ പിന്നാലെ നടക്കുക. ഞാൻ അതൊന്ന് മായമ്മയോട് പറഞ്ഞു. എന്തിന്? അതെന്റെ കടമയല്ലേ. നിന്റെ കടമ നിർവഹിച്ചോണ്ടാണ് നിന്റെ അളപ്പല്ലടിച്ച് താഴത്തോടൊന്ന് കുഞ്ഞമ്മ പറഞ്ഞത്. പിന്നെ പല്ല് പോയ നിന്നെക്കാണൊരു ഭംഗി ഉണ്ടാവില്ല. ഞാൻ പറയാനുള്ളത് അങ്ങ് പറഞ്ഞു. അവര് വേണേ വിശ്വസിക്കട്ടെ. അവരുടെ മോൻ വഴിതെറ്റിപ്പോയാ എനിക്കെന്താ? പോവാൻ പറ. എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ. ഞാനെവിടെ പോവാ? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ജോലി ഇനി എൻക്വയറി ഒക്കെ കഴിഞ്ഞ് എപ്പ ജോലി തിരിച്ചു കിട്ടുന്നുള്ളത് ആർക്കറിയാം. CCTV ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വർക്കാവുന്നായിരുന്നു എന്ന് ആർക്കറിയാം. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരി, ഞാൻ എന്നാ വിളിക്കാം. നിന്റെ പണി നടക്കട്ടെ. മായാവതിക്ക് വട്ടാന്നാ തോന്നണേ. നീ പിന്നെ അവരോട് വഴക്കിന് പോയോ? ഞാൻ വഴക്കിന് പോയതല്ല ചേച്ചി. വെറുതെ അതിലെ പോയി എന്നെ പിടിച്ചിട്ട് പറയാ അവരുടെ മോനെ വെറുതെ വിടണം. മോനെ വെറുതെ വിടാനോ? ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരെ ചുമ്മാ ഇരിക്കയറ്റാൻ വേണ്ടി ഇനി നിങ്ങളുടെ മോനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല എന്നും പറഞ്ഞു. അങ്ങനെ വെറുതെ ആരും ഒന്നും പറയില്ലല്ലോ. അവൻ 1-2 തവണ എന്റെ പുറകെ നടന്നു. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ എന്തിനാ ഞാൻ പറയണേ? കോളേജിൽ ഇഷ്ടം പോലെ പിള്ളേർ എന്റെ പുറകെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഡീൽ ചെയ്യാൻ എനിക്കറിയാം. ശരി, ആയിക്കോട്ടെ. ഡീൽ ചെയ്ത് പുതിയ പ്രശ്നമൊന്നും ഉണ്ടാക്കി വെക്കാതിരുന്നാ മതി. ഞാൻ വെറുതെ അവരെ ചൊറിയാൻ വേണ്ടി പറഞ്ഞല്ലേ ചേച്ചി. നീ എന്തിനാടി ആവശ്യമില്ലാത്തൊക്കെ അവരോട് പറയാൻ പോയത്? എനിക്കപ്പൊ അങ്ങനെ പറയാൻ തോന്നിയേ, അതുകൊണ്ട് പറഞ്ഞു.